മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത്, പിന്നെ എന്തിനാ വന്നതാടോ, ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിതത്വവും ഉണ്ടാകില്ല. നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ? ഇന്നലെ റിയാസിന് ഇരിക്കപ്പൊറുതിയില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത്. അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ്. സത്യമാണ് കേട്ടോ. കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണോ എടാ, നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്. സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ശരിയാ ഒരു മകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും. ഉറപ്പാണോ? ഉറപ്പ്. നിതിൻ ഗഡ്കരി കൊടുത്ത നല്ല നീളമുള്ള റോഡില് റിയാസ് ഇറങ്ങി നിന്നിട്ട് സാർ എന്തായി പറഞ്ഞു വരുന്നത്? സെൽഫി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ നാണമുണ്ടോടോ മിനിസ്റ്റർ നിങ്ങൾക്ക്? പറഞ്ഞാലും കാര്യമുണ്ട്. ഒന്നാ നീ ഇപ്പൊ നാട്ടിൽ ആപ്പാടാ മാറിയിരിക്കുക. അമ്മായിയപ്പന്മാരും മരുമക്കളും മാത്രം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കട്ടുമുടിച്ചു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. ഇനി അത് നടക്കില്ല. ഇവനെ വിശ്വസിക്കാവൂടാ ഉജ്ജല? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ.